Hey guys, welcome back to another episode of Creator Week. Friends, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു പെൻടാബ്, അതായത് XP-PEN സ്റ്റാർ 3 V2 എന്ന് പറയുന്ന ഈ ഒരു പെൻടാബിൻ്റെ അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ സെറ്റപ്പ്, അതിൻ്റെ സോഫ്റ്റ്വെയർ കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വേർഷൻ അല്ല യൂസ് ചെയ്യുന്നതെങ്കിലും നിങ്ങളൊരു പെൻടാബ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതായത് അല്ലെങ്കിൽ ഒരു പെൻടാബ് ഇപ്പോൾ മേടിക്കാൻ താല്പര്യമുണ്ട്, അതിൻ്റെ സെറ്റപ്പൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമുക്ക് താമസിക്കേണ്ട വീഡിയോയിലോട്ട് പോകാം. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് തന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ആക്കി ഇട്ടേക്കുക. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താമസിക്കുന്ന നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ ഇതാണ് എൻ്റെ XP-PEN സ്റ്റാർ 3 V2 പെൻടാബ്ലെറ്റ് ബോക്സ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ കുറച്ച് നല്ല പടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ പെൻടാബ്ലെറ്റിനെ കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെയാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബോക്സ് തുറക്കുമ്പോഴത്തേക്കും ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊരു എയർ നിറച്ച ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. ഇനി വരുന്ന നമ്മുടെ പെൻടാബ്ലെറ്റ് തന്നെയാണ്. ഒരു കവറിങ്ങൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ആ കവറൊക്കെ പോയി. ഇപ്പോൾ ഞാൻ മേടിച്ചിട്ട് കുറേ നാളായി. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചതാണ്, ഒന്നുകൂടെ അറേഞ്ച് ചെയ്തതാണ്. സോ അതിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മുടെ XP-PENൻ്റെ ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ 8 ഷോർട്ട് കട്ട് കീസ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നുണ്ട്. പിന്നെ നടുക്ക വൈറ്റ് ബാർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ഇൻഡിക്കേറ്ററാണ്. സോ പുറകിലോട്ട് വരുമ്പോൾ അവിടെ കുറച്ച് 4 മൂലയ്ക്കുമായിട്ട് ഗ്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ബോക്സിനകത്ത് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പെന്നാണ്. അതൊരു കവറിലൊക്കെ ആയിട്ടാണ് ഇങ്ങനെ വരുന്നത്. സോ ഓൾറെഡി ഒരു നിബുമായിട്ടാണ് ആ പെന്ന് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ബ്രാൻഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ആ ഒരു പിടിക്കുന്ന ഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ എക്സ്ട്രാ 2 ഷോർട്ട് കട്ട് കീസും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കേബിളാണ് വരുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ എക്സ്ട്രാ നിബും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത് തന്നെ ജോയിൻ ചെയ്തിട്ടാണ് നമ്മുടെ പെൻ ഹോൾഡറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇത് രണ്ടും കൂടി ഇങ്ങനെ ജസ്റ്റ് ജോയിൻ ചെയ്യുക. അതിനുശേഷം നമുക്കത് ജസ്റ്റ് ഈ ഒരു നമ്മുടെ പെൻടാബിൻ്റെ പെന്ന് ഹോൾഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. പിന്നെ അതിനകത്ത് തന്നെ നമ്മുടെ ഈ ഒരു നിബ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടൂളും അതിനകത്ത് തന്നെ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നോക്കുമ്പോൾ നമ്മുടെ മാനുവൽ ഗൈഡ്, അങ്ങനത്തെ ആ ഒരു കാര്യങ്ങളാണ് ഇനി വരുന്നത്. സോ ഈ കാണുന്ന നമ്മുടെ ക്വിക്ക് ഗൈഡാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള. അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കുറേ ഭാഷയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കണം, ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത് ജസ്റ്റ് നോക്കുക. പിന്നെ ഒരു താങ്ക് യു കാർഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ വാറണ്ടി കാർഡ് വരുന്നുണ്ട്. പിന്നെ നമ്മളിതിപ്പോൾ ഏത് പെൻടാബായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അവരുടെ ഒരു ഡ്രൈവർ സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ XP-PEN ആണ്. അതിൻ്റെ തന്നെ ഒരു ഡ്രൈവറും അതിൻ്റെ കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളൊരു കാർഡ് അവർ തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ജസ്റ്റ് അവരുടെ വെബ്സൈറ്റിൽ കയറി ആ ഒരു ലിങ്കിൽ കയറി ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക. സോ ഇത് ഇത്രയാണ് നമ്മുടെ ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ഇത് കണക്ട് ചെയ്യാം. സോ അതിന് നമുക്ക് വയർ എടുക്കാം. വയർ എടുത്തിട്ട് അതിൽ 2 എൻഡ് വരുന്നുണ്ട്. ഒരെൻഡ് നമ്മുടെ ടാബിൽ കണക്ട് ചെയ്യാം. നമ്മുടെ ഫോണിലൊക്കെ ചാർജ് ചെയ്യുന്ന ആ ഒരു ടൈപ്പാണ് ഇത് വരുന്നത്. സോ അത് നമ്മുടെ ടാബ്ലറ്റ് ഈ ഒരു എൻഡിലേക്ക് പോകുമ്പോൾ അവിടെ സെൻട്രലായിട്ടൊരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അതിലേക്ക് ജസ്റ്റ് കണക്ട് ചെയ്ത് കൊടുക്കുക. സോ നല്ലപോലെ കണക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പോർഷൻ കണക്ട് ചെയ്തതിന് ശേഷം അടുത്തൊരു പോർഷൻ എടുത്തിട്ട് നമ്മുടെ ലാപ്പിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളവിടെ കണക്ഷനെല്ലാം കൊടുത്ത് സെറ്റായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം പെൻടാബിൻ്റെ അവിടെ ഒരു വൈറ്റ് ഒരു ബാറ് കണക്ക് ഒരു കീയുടെ സൈഡിൽ കാണാൻ പറ്റും. ഇതൊരു ഇൻഡിക്കേറ്ററാണ്. നമ്മുടെ ഈ ഒരു പെൻടാബിൻ്റെ റേഞ്ചിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും അവിടെ ഒരു ബ്ലൂ ലൈറ്റ് കത്തും. ആ റേഞ്ച് വിട്ടു പോവുകയാണെങ്കിൽ ഇത് കത്തത്തില്ല. സോ ഇതിപ്പോൾ നമ്മൾ ടച്ച് ചെയ്യുകയാണെങ്കിൽ, അതായത് പെൻ നമ്മുടെ പെൻടാബിൽ ടച്ച് ചെയ്യുകയാണെങ്കിൽ ആ ലൈറ്റ് കത്തിക്കൊണ്ടേ ഇരിക്കും. അല്ലാത്ത പക്ഷം റേഞ്ചിലാണെങ്കിൽ അത് മിന്നിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ ഇതിൻ്റെ ഡ്രൈവർ ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു ഡ്രൈവർ ഏത് പെൻടാബായാലും അതിനൊരു ഡ്രൈവർ ഉണ്ടായിരിക്കും. സോ ആ ഒരു ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് കിട്ടത്തുള്ളൂ.
സോ നമുക്കിപ്പോൾ ആ ഒരു ഡ്രൈവർ സെലക്ട് ചെയ്യാനായിട്ട് ഈ പെൻടാബ് തന്നെ കൊണ്ട് സെലക്ട് ചെയ്യാം. ജസ്റ്റ് ആ മേളിൽ കൂടെ, അതായത് നമ്മുടെ പെൻടാബിൽ ടച്ച് ചെയ്യാതെ ആ ഒരു റേഞ്ചിൽ തന്നെ പെൻ മൂവ് ചെയ്ത് നേരെ നമ്മുടെ പെൻടാബിൻ്റെ മേളിൽ കൊണ്ടുവന്നിട്ട് അവിടെ 2 വട്ടം ടാപ്പ് ചെയ്യുക. സോ അപ്പോൾ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുന്ന കണക്ക് തന്നെ ഇത് സെലക്ട് ആയിട്ട് വരും. സോ ഇപ്പോൾ നമ്മുടെ ആ ഒരു ഡ്രൈവറിൻ്റെ ആ ഒരു വിൻഡോ, ആ ഒരു പെൻടാബ്ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ ഓപ്പണായി വന്നിട്ടുണ്ട്. സോ ഇതിൻ്റെ ഏറ്റവും മേളിൽ കാണുന്നതാണ് നമ്മുടെ മോഡൽ. അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. സോ ഇപ്പോൾ എൻ്റെ ആ ഒരു മോഡൽ കണ്ടില്ലേ, സ്റ്റാർ 3 V2 എന്ന് പറയുന്നത്, അതാണിപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. എൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോൾ പെൻ ബട്ടൺ സെറ്റിങ്സ് എന്നാണ് വരുന്നത്. സോ നമ്മുടെ പെന്നിൽ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അതിൻ്റെ അവിടെ ആയിട്ട് 2 ബട്ടൺസ് ഉണ്ട്. സോ ഈ ബട്ടൺസാണ് ഇവിടെ കസ്റ്റമൈസ് ചെയ്യുന്നത്. സോ അതിൽ ആദ്യത്തിനകത്ത് കണ്ടോ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നോ ആക്ഷൻ, റൈറ്റ് ക്ലിക്ക്, മിഡിൽ ക്ലിക്ക്, അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. സോ ഇതിൽ ഞാനിപ്പോൾ പെൻസിൽ ഇറേസർ ആ ഒരു ഇതാണ് സെലക്ട് ചെയ്ത് ഇട്ടേക്കുന്നത്. സോ അത് കണക്ക് തന്നെ അതിൻ്റെ തൊട്ട് താഴത്തെ അവിടെയും ഇത് കണക്ക് തന്നെ ഇതേ ഓപ്ഷൻസ്, അതായത് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഞാനിപ്പോൾ റൈറ്റ് ക്ലിക്കാണ് ചൂസ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും അവിടെ പെൻ പ്രഷർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അവിടെ ഒരു ഗ്രാഫ്, ഒരു കർവ് ഗ്രാഫ് കണക്ക് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൻ്റെ മേളിലായിട്ട് സോഫ്റ്റ് എന്നും താഴെ ഹാർഡെന്നും പറഞ്ഞിട്ട് ഓപ്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ ചെറുതായിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല രീതിയിൽ അവിടെ ഒരു സ്ട്രോക്ക് വരണം എന്നൊക്കെ ഉണ്ടെങ്കിൽ, അതായത് സോഫ്റ്റ് ടച്ച്, ചെറുതായിട്ട് ടച്ച് ചെയ്യുമ്പോൾ തന്നെ നല്ല ഇത് വേണം, നല്ല മുറുക്കി ടച്ച് ചെയ്താൽ മാത്രമേ ഇത്ര പ്രഷർ ആവാവൂ എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മളത് ഹാർഡാക്കും. ചെറിയ ടച്ചിൽ വേണമെങ്കിൽ സോഫ്റ്റ് ആകും, വലിയ ടച്ചിൽ വേണമെങ്കിൽ ഹാർഡാകും. അതിപ്പോൾ നമ്മൾ തൊടുമ്പോൾ തന്നെ ആ കറണ്ട് പ്രഷർ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിൽ നമ്മുടെ ആ ഒരു ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു പെന്നിൻ്റെ പ്രഷർ അവിടെ ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സെറ്റ് ചെയ്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ലൈൻ ആർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഔട്ട്ലൈൻ വരയ്ക്കണം, അങ്ങനെയുള്ള ഒരു അവസരമൊക്കെ വരുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ ഇത് ആ 0യുടെ മുകളിലേക്ക് വെക്കും. അതായത് എനിക്ക് ചെറിയ ടച്ച് തന്നെ നല്ല ഔട്ട്ലൈൻ, നല്ല ഷാർപ്പായിട്ടുള്ള, നല്ല ഹാർഡായിട്ടുള്ള ഔട്ട്ലൈൻസ് വേണം. അപ്പം ഞാൻ സോഫ്റ്റിലോട്ട് വെക്കും. അന്നേരം എനിക്ക് ചെറിയ ടച്ചിൽ തന്നെ നല്ല സ്ട്രെങ്ത് ഉള്ള ഒരു ലൈൻസൊക്കെ കിട്ടും. അപ്പം ഞാൻ ഷെയ്ഡ് ചെയ്യുകയാണ്, അതായത് സ്കിൻ ടോണൊക്കെ ഷെയ്ഡ് ചെയ്യുകയാണ്. സോ ആ ഒരു അവസരത്തിൽ ഞാൻ അത് 0യ്ക്ക് താഴേക്ക് വെക്കും. അപ്പോൾ അതായത് എനിക്ക് ചെറിയ ഷെയ്ഡിങ് മതി, ചെറിയ സ്ട്രോക്ക് മതി. അപ്പോൾ ഞാൻ കുറച്ച് ഹാർഡായിട്ട് അപ്ലൈ ചെയ്താലും വലിയ ഹാർഡായിട്ടുള്ള ലൈൻസ് വന്ന് വീഴത്തില്ല. മനസ്സിലായോ? ഇവിടെയാണ് ആ ഒരു സാധനങ്ങൾ സെറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ തൊട്ടിപ്പുറത്ത് വരുമ്പോൾ വർക്ക് ഏരിയ സെറ്റിങ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൻ്റെ താഴെ തന്നെ ഒരു ഫുൾ സ്ക്രീനാണ് ഇപ്പോൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു മോണിറ്റർ എക്സ്ട്രാ, ഇപ്പോൾ നമ്മൾ വേറൊരു എക്സ്ട്രാ മോണിറ്റർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കത് അവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. സോ നമുക്കിപ്പോൾ ഒറ്റ സ്ക്രീനേ ഉള്ളതുകൊണ്ട് നമുക്ക് ഫുൾ സ്ക്രീൻ തന്നെ സെറ്റ് ചെയ്താൽ മതി. അവിടെ അതിൻ്റെ താഴെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനും അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ പെൻടാബിൻ്റെ ഒരു സ്ക്രീനും കാണിച്ചിട്ടുണ്ട്. സോ ഇതാണ് സംഭവം. അതായത് ആ ഒരു ലൈൻസൊക്കെ വെച്ച് കാണിച്ചേക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു സ്ക്രീൻ ഫുള്ളായിട്ട് നമ്മുടെ പെൻടാബിൽ ആ ഒരു വർക്കിംഗ് ഏരിയയിൽ സെറ്റ് ചെയ്തേക്കുകയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ പെൻടാബിൻ്റെ ഏറ്റവും മുകളിൽ കൊണ്ടുവെക്കുമ്പോഴത്തേക്കും നമ്മുടെ സ്ക്രീനിലും നമ്മുടെ മൗസ് പോയിൻ്റർ ഏറ്റവും മുകളിലെത്തും. അത് കണക്ക് തന്നെ അതായത് വർക്ക് ഏരിയയുടെ ഏറ്റവും താഴെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു മൗസ് പോയിൻ്റർ ഏറ്റവും താഴെ എത്തും. എന്നിട്ടാണ് നമ്മൾ സെലക്ഷനും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. സോ ഇനി നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ മെയിനായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഷോർട്ട് കട്ട് കീസാണ്. അതായത് ഇവിടെ എക്സ്പ്രസ് കീ സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷനുണ്ട്. സോ അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും പുതിയൊരു വിൻഡോ വരും. സോ ഇതിനകത്ത് നമ്മുടെ K എന്ന് പറഞ്ഞിട്ട് K1, K2, K3, 4, 5, 6, 7, 8 എന്ന് പറയുന്നത് നമ്മുടെ 8 ഷോർട്ട് കട്ട് കീസും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെ ഇത് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. സോ ഇതിപ്പോൾ ഒരു ബേസിക് മോഡൽ ആയതുകൊണ്ട് തന്നെ എല്ലാ ഷോർട്ട് കട്ടും ഒന്നും നമുക്ക് ഇഷ്ടമുള്ള വേണ്ടത് മാത്രം സെലക്ട് ചെയ്ത് അങ്ങനെ കൊടുക്കാനൊന്നും പറ്റത്തില്ല. ഇതിനകത്ത് ചില 3 എണ്ണം അങ്ങനെ കുറച്ച് ഇതൊക്കെ ഓൾറെഡി ഇതിനകത്തുണ്ട്. അതിനകത്ത് ഏതെങ്കിലും മാത്രമേ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ആദ്യത്തേൽ ഞാനിപ്പോൾ ഈ ഒരു ടാബ്ലറ്റിൻ്റെ ഈ ഒരു വിൻഡോ ഇല്ലേ സെറ്റിങ്സ്, അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി, അതായത് എനിക്ക് പെട്ടെന്ന് ആ പ്രഷറും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം എന്നൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ K1 ആ ഒരു ഇതാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ K1 എന്ന് പറയുന്നത് ഞാൻ ഈ ഓപ്പൺ ടാബ്ലറ്റ് സെറ്റിങ്സ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിൻ്റെ തൊട്ട് താഴേക്ക് വരുമ്പോഴത്തേക്കും K2 ഇപ്പോൾ കിടക്കുന്ന ഓൾട്ട്, K3 സ്പേസ്, K4 കൺട്രോൾ Z അതായത് നമ്മുടെ അണ്ടു, K5 കൺട്രോൾ പ്ലസ് അതായത് നമ്മുടെ സൂമിൻ, K6
കൺട്രോൾ മൈനസ് അതായത് നമ്മുടെ സൂം ഔട്ട്, പിന്നെ K7 എന്ന് പറയുമ്പോൾ B അതായത് ഫോട്ടോഷോപ്പിലേക്ക് ബ്രഷ്, K8 എന്ന് പറയുന്ന E അതായത് ഫോട്ടോഷോപ്പിൽ ഇറേസർ. ഇതൊക്കെയാണ് ഇപ്പോൾ സെറ്റായിട്ട് വച്ചേക്കുന്നത്. സോ ഇതിൻ്റെ കൂടാതെ തന്നെ ഇതിനകത്ത് അതായത് ബേസിക് മോഡൽ ആയതുകൊണ്ട് തന്നെ അധികം ഓപ്ഷൻസ് ഒന്നും ഇതിനകത്ത് വരുന്നില്ല. ഇതിനകത്ത് ആകെ വരുന്നത് ഈ ഒരു ഇത്രയും ഓൾട്ട് സ്പേസ് ഇത് കൂടാതെ വരുന്നത് റൺ ദ പ്രോഗ്രാം, ഫങ്ഷൻ കീ, ഈ ഒരു ഓപ്ഷൻസ് മാത്രമാണ്. ആകെ ഒരു 3 ഓപ്ഷൻസ് മാത്രമാണ് എല്ലാ കീസിനും വരുന്നത്. സോ ഇതിൽ നമുക്കാവശ്യം ഈ ഒരു സാധനങ്ങൾ മാത്രമാണ്. ആ റൺ ദ പ്രോഗ്രാമൊന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യം വരുന്നില്ല. സോ ഇത് ബേസിക് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും ഓപ്ഷൻസ് മാത്രം വരുന്നത്. കുറച്ചുകൂടെ കൂടിയ ടാബ്ലറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ഫോട്ടോഷോപ്പ് എടുത്തു. ഇവിടെ ഒരു ചെറിയൊരു ഡോക്യുമെൻറ്റും വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ഈ പെൻ ടാബ്ലറ്റിൽ നേരത്തെ പറഞ്ഞത് തന്നെ ഈ ഒരു ഫുൾ സ്ക്രീനുണ്ട്, ഈ ഒരു ഡോക്യുമെൻറ്റ് മാത്രമല്ല. അപ്പം നമ്മുടെ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ മുകളിലെത്തണമെങ്കിൽ ഏകദേശം നമ്മുടെ ആ ഒരു ടാബ്ലറ്റിൽ ഒരു സെൻറ്ററിൻ്റെ അടുത്തോടുള്ള ഭാഗത്ത് വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഏറ്റവും ടോപ്പിൽ അതായത് നമ്മുടെ ടാബ്ലറ്റിൻ്റെ ടോപ്പ് ഭാഗത്തോട്ട് പോകുമ്പോൾ നമ്മുടെ ഫയൽ ടാബ് PS എന്നുള്ള ലോഗോ ആ ഒരു സെക്ഷനിലോട്ട് എത്തും. അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് എപ്പോഴും നമ്മുടെ സ്ക്രീനിലായിരിക്കണം. പിന്നെ നമ്മുടെ കൈ താഴെ മൂവ് ചെയ്യുകയും വേണം. അതായത് നമുക്ക് ആ ഒരു കുറച്ച് പ്രാക്ടീസ് ആയി കഴിയുമ്പോഴത്തേക്കും നമുക്ക് താനെ അങ്ങ് സെറ്റായിക്കോളും. അതായത് എളുപ്പം നമുക്ക് ചെയ്യാൻ പറ്റും. ആദ്യമേ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരിക്കും, നമ്മൾ വെക്കുന്നത് കറക്റ്റ് സ്പേസ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടി വരും. പക്ഷേ നമ്മൾ 2-3 വട്ടമോ അതായത് കുറച്ച് വട്ടമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും നമുക്ക് തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങ് പിടികിട്ടും. പിന്നെ അത് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഇഷ്ടംപോലെ ബ്രഷസൊക്കെ അവൈലബിൾ ആണ്. ഫോട്ടോഷോപ്പിലൊക്കെ ഇഷ്ടംപോലെ ബ്രഷസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ബ്രഷിൽ നോക്കുമ്പോഴത്തേക്കും അതിനകത്ത് തന്നെ സോഫ്റ്റ് ബ്രഷ്, ഹാർഡ് ബ്രഷ്, സോഫ്റ്റ് പ്രഷർ സൈസ്, സോഫ്റ്റ് പ്രഷർ ഒപ്പാസിറ്റി, അങ്ങനെയൊക്കെ കുറേ ബ്രഷ് നമ്മളെ ജനറൽ ബ്രഷസിൽ കാണാൻ പറ്റും. സോ ഇത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പെൻ ടാബ്ലറ്റൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഒരു പ്രഷർ എന്ന് പറയുന്ന ആ ഒരു ജനറൽ ബ്രഷസിൽ പ്രഷർ കൂടി വരുന്ന ബ്രഷസ്. അന്നേരം നമ്മൾ അത് എടുക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രഷർ അനുസരിച്ചായിരിക്കും ഇതിൻ്റെ സൈസ് കൂടുന്നതും അതിൻ്റെ ഒപ്പാസിറ്റി കൂടുന്നതും ഒപ്പാസിറ്റി കുറയുന്നതും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മൾ ജസ്റ്റ് ലൈറ്റായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒപ്പാസിറ്റി കുറഞ്ഞിട്ട് സൈസും കുറഞ്ഞിട്ട് ഒക്കെ ആയിരിക്കും വരുന്നത്. സോ ഇതാണ് നമ്മൾ മെയിനായിട്ട് പെൻ ടാബ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ സാധാരണ ഒരു പേപ്പറിൽ വരയ്ക്കുമ്പോഴും ഇങ്ങനെ ഹാർഡായിട്ട് വരയ്ക്കാൻ വേണ്ടി ഹാർഡ് ലൈൻസൊക്കെ ഇടാൻ നേരം നല്ല മുറുക്കി പിടിച്ച് വരയ്ക്കും. ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യണമെങ്കിൽ ലൈറ്റായിട്ട് പെൻസിൽ പിടിച്ച് വരയ്ക്കും. സോ അങ്ങനെയൊക്കെ ചെയ്യുന്നതൊക്കെ തന്നെയാണ് ഈ പെൻ ടാബ് യൂസ് ചെയ്ത് നമ്മൾ സോഫ്റ്റ്വെയറിൽ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പെൻ ടാബ് യൂസ് ചെയ്യുന്നതും പെൻ ടാബിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളുമൊക്കെ. അതായത് ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ് ഏത് കമ്പനിയുടെ ആയാലും നമ്മൾ പെൻ ടാബ് സെറ്റ് ചെയ്യുന്നത്. ഓപ്ഷൻസൊക്കെ ഏകദേശം ഇതേപോലൊക്കെ തന്നെയാണ്. പിന്നെ പ്രഷറിൽ കാര്യങ്ങൾ വേരിയേഷൻസൊക്കെ വരും. അതായത് ഇപ്പോൾ എൻ്റെ ഇരിക്കുന്നത് ഞാൻ പറഞ്ഞത് തന്നെ 8K പ്രഷർ സെൻസിറ്റിവിറ്റിയുള്ളൊരു പെൻ ടാബാണ് എൻ്റെ ഇരിക്കുന്നത്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ തരുന്നുണ്ട്. ഞാൻ വേറെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല, എങ്കിലും ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ തൃപ്തികരനാണ്. നല്ല സുഖമാണ്, ഇത് വർക്ക് ചെയ്യാൻ നല്ല രസമുണ്ട്. വേറെ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ ഒരു പെൻ ടാബ് എന്താണെന്ന്, എൻ്റെ ഇരിക്കുന്ന പെൻ ടാബിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചേർത്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു ഇത്. കുറച്ച് ലെങ്തായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു, എങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിചാരിക്കുന്നു. അതായത് പുതിയൊരു പെൻ ടാബ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എന്താണ് പെൻ ടാബ്, അതിൻ്റെ കാര്യങ്ങളും അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ എന്താണ് എന്നൊക്കെ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ ആക്കി ഇട്ടേക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.